ഹൈറേഞ്ചിന്റെ ലീഡർമാർ പറയുന്നത് കേട്ട് കേസ് കൊടുക്കാതെ, അല്ലെങ്കിൽ ഇപ്പോൾ കമ്പനി തിരിച്ചു വരും, നാളെ വരും, മറ്റന്നാൾ വരും, അടുത്ത ആഴ്ച വരും, അടുത്ത മാസം വരും, ജൂണിൽ വരും, ജൂലൈയിൽ വരും, സെപ്റ്റംബറിൽ വരും, നവംബറിൽ വരും, ഡിസംബറിൽ വരും എന്നൊക്കെ പറഞ്ഞ് പറ്റിച്ചുകൊണ്ടിരുന്ന ലീഡർമാർ ഇപ്പോൾ പാടെ രംഗം വിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു വോയിസോ ഒന്നും തന്നെ കേൾക്കാനില്ല എന്നുള്ളതാണ്. പിന്നെ നമ്മൾ കണ്ടത് ഹൈ റിച്ച് ഫൈറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ആണ്. പിന്നെ 2-3 യൂട്യൂബ് ചാനലും അവരൊക്കെ എവിടെയോ പോയി കഴിഞ്ഞു. ഇപ്പോൾ ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂന്നാം കിട, ഒന്നാം നിരയും രണ്ടാം നിരയും കഴിഞ്ഞ് മൂന്നാം കിട ലീഡർമാർ അവരും ഇപ്പോൾ സൈലൻ്റായി തുടങ്ങിയിരിക്കുന്നു. ഈ മൂന്നാം കിട ലീഡർമാരിലാണ് നമുക്ക് ഈ അയ്യൂബ് ഖാനെ പോലെയുള്ളവരെയൊക്കെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുക. അവരും ഇപ്പോൾ ഹൈറിച്ചിനെ ഉപേക്ഷിച്ച് മറ്റ് കൺസെപ്റ്റുകൾ, മറ്റ് പ്രൊജക്റ്റുകളിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. പക്ഷേങ്കിൽ അവരിപ്പോഴും പറയുന്നത് കമ്പനി തിരിച്ചു വരും എന്നാണ്. അതുകൊണ്ട് നിങ്ങൾ ആരും തന്നെ ഞമ്മക്കെതിരെ കേസ് കൊടുക്കരുത്, കമ്പനിക്കെതിരെ കേസ് കൊടുക്കരുത്, ശ്രീനക്കെതിരെയോ പ്രതാപിനെതിരെയോ FIR ഇടരുത് എന്നാണ് അവരുടെ അപേക്ഷ. അതാണ് അവരുടെ ഡീൽ എന്ന് പറയുന്നത്. ശ്രീന പ്രതാപനുമായിട്ട് ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഡീല് 1000-ഓ 2000-ഓ ആൾക്കാരെയെങ്കിലും കേസ് കൊടുക്കാതെ ഇപ്പോൾ അത്രമാത്രമായ ആൾക്കാർ മാത്രമേ ഇതിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുള്ളൂ. ബാക്കി എല്ലാവരും വേറെ പണിക്ക് പോയി, അല്ലെങ്കിൽ ഓരോ ആൾ ഇത് മനസമാധാനം കെടുത്തുന്ന ഒരു പരിപാടിയാണെന്ന് പറഞ്ഞിട്ട് അവരിതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവരെ കേസ് കൊടുക്കാതിരിക്കുക എന്നുള്ള കൊട്ടേഷൻ എടുത്ത ആൾക്കാരാണ് ഈ മൂന്നാം കിട ആൾക്കാർ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇവർ കേസ് കൊടുക്കുന്നതിനെ കുറിച്ചോ പണം ലഭിക്കണമെങ്കിൽ ക്ലെയിം പെറ്റീഷൻ ഇടണം എന്നുള്ളതാണ്. ഇതിൻ്റെ കമ്പനിയുടെ പെരിഷബിൾ അസറ്റ്സ് ലേലത്തിന് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായും മറ്റ് പെർമനൻ്റ് അസറ്റ്സുകളും ലേലം തന്നെ ആയിരിക്കും എന്നുള്ളതിൽ യാതൊരു തർക്കമില്ലാത്ത കാര്യമാണ്. അത് എപ്പോഴാണെന്ന് മാത്രമേ അറിയാൻ നമ്മളിപ്പോൾ വെയിറ്റ് ചെയ്യുന്നുള്ളൂ. അത് 29-നാണോ 27-നാണോ അല്ലെങ്കിൽ അതിന് മുന്നേ ആണോ എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് ഇപ്പോഴുള്ള തർക്കം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് ആൾക്കാർ പിന്നോട്ടടിക്കുന്നത്, പുതിയ പുതിയ പ്രൊജക്റ്റുകൾ തേടി പോകുന്നത്. എല്ലാവരോടും നിങ്ങൾ നമ്മളെ ശല്യപ്പെടുത്തരുത്, നിങ്ങൾക്ക് വേണമെങ്കിൽ അൺസബ്സ്ക്രൈബ് ചെയ്തു എന്നുള്ള അപേക്ഷയും മുന്നോട്ട് വെക്കുന്നതിൻ്റെ പിന്നിൽ ഈ മുൻകൂർ ജാമ്യം തന്നെയാണ്.